സതീശേട്ടാ, ഇതൊരു പെൺകുട്ടിയാണല്ലോ. ഹലോ ഹലോ ഹലോ, ബോധമില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ ആളെ വേഗം പുറത്തേക്ക്. ആ ബാംഗ്ലൂർക്ക് ഫോൺ വിളിച്ചപ്പോ അവിടുന്ന് പുറപ്പെടണ്ടെന്ന് പറഞ്ഞു. ഇത്ര സമയം കഴിഞ്ഞിട്ടും എന്താ കാണാത്തെന്ന് വിചാരിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ വരും. ആ താൻ പേടിക്കാതോ. ഏതായി കുട്ടി? അതൊക്കെ പിന്നെ പറയാം. താൻ ആ കുട്ടി ഇറക്കാനൊന്ന് സഹായിക്കും. ഞാനൊന്ന് ഡോക്ടറെ വിളിക്കും. ശരി. അയ്യോ, നത്തിങ് സീരിയസ്. ഷീ വിൽ ബി ഓർഡർഡ് സൂൺ. ആക്സിഡന്റിന്റെ ഷോക്ക് ഉണ്ടാവാം ഈ മയക്കം. അതർവൈസ് ഷീസ് ഓക്കെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ ചെയ്താൽ മതി. താങ്ക് യു ഡോക്ടർ. പണിക്കരെ. അതെ, ആ കുട്ടീനെ എന്ത് ചെയ്യാനാ ഭാവം? എന്ത് ചെയ്യാൻ? ബോധം തെളിഞ്ഞാൽ ഉടനെ പറഞ്ഞു വിടണം. അതിന് ബോധം തെളിഞ്ഞാലല്ലേ പറഞ്ഞു വിടാൻ പറ്റൂ. ബോധം തെളിഞ്ഞില്ലെങ്കിലോ? കാര്യമായ പരിക്കൊന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അധികം താമസിയാതെ ബോധം തെളിയും. നേരം വെളുക്കാറായി. ആ ഏതായാലും പണിക്കൊരു കാര്യം ചെയ്യും. നിങ്ങൾ ആ മുറി തന്നെ ഉണ്ടാവണം. ആര്? ഞാനോ? ആ എന്താ നിങ്ങളെന്നാ ശരിയാവൂലേ? ഒരു ശരികേടുമില്ല. അവസാനം ഞാൻ തന്നെ വേണല്ലോ അതൊക്കെ ഏറ്റെടുക്കാൻ. ആ എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിച്ചാൽ മതി. ഞാൻ ഇവിടെ തന്നെ ഇരിക്കണോ അതോ പുറത്ത്? അതുപോരാ, താൻ ആ മുറി തന്നെ ഉണ്ടാവണം. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എന്ത് ചെയ്യും? എന്നൊന്ന് വിളിച്ചാ പോരെ? അല്ലെങ്കിൽ പീറ്ററില്ലേ? ഇവിടെ ബോധമില്ലാതെ കിടക്കുന്ന ആൾ എങ്ങനെ വിളിക്കുന്നേ? അതെങ്ങനെ വിളിക്കണമെന്ന് എന്റെ ബോധം മുമ്പ് സാറിന് മനസ്സിലാവും. ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കും. താൻ ആ മുറി തന്നെ ഉണ്ടാവണം. ആ മുറി വിട്ട് പുറത്ത് പോകാനേ പാടില്ല. ഓ പിന്നെ പറഞ്ഞത് കേട്ടല്ലോ, അവിടെ തന്നെ ഉണ്ടാവണം. ഓ എടാ പീറ്റർ മോനെ, എന്താ? ഒന്നിട്ട് വന്നേ. നീ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി തെണ്ടിത്തിരിഞ്ഞ് നടന്നപ്പോഴേ ഇവിടെ വിളിച്ചു കൊടുന്ന് വളർത്ത് വലുതാക്കിയത് ഞാനും കൂടെ കുഴിട്ടാ. അത് നീ മറക്കണ്ട. നീ ഓഫീസിലെ വലിയ ആളാണ്, ഞാൻ വീട്ടിലെ വലിയ ആളാ. എന്താ സംശയമുണ്ടോ? ഏയ് ഒരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ തന്നെ കാണണമെന്ന് പറഞ്ഞത്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മാണിക്കോത്ത് കുഞ്ഞകൃഷ്ണ പണിക്കരെ ചുമ്മാ പേടിപ്പിക്കല്ലേ. അച്ഛനെ വിളിച്ചപ്പോ തൃപ്തിയായി. തിരിച്ചു വിളിക്കാൻ അറിയാത്തോണ്ടല്ല, പക്ഷെ നിനക്കത് വേണ്ടേ? എന്റെ ഈശ്വര, അവൾക്ക് തെളിഞ്ഞു തോന്നണേ. വാ. Who are you? Tell me, who are you? അതന്നെ ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. Who are you? എന്തേ പറയണേൽ വിരോധമുണ്ടോ? എവിടെയാ ഞാൻ? എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? അപ്പ മലയാളിയാണല്ലേ? പറ, എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് പറ. സിസ്റ്റർ, നിങ്ങളെ ആരും തട്ടിക്കൊണ്ട് പോകുന്നൊന്നുമല്ല. ഇന്നലെ രാത്രി നിങ്ങളുടെ കാറും ഞങ്ങളുടെ കാറും തമ്മിൽ ആക്സിഡന്റ് ആയി. സീരിയസ് എല്ലാം തോന്നിക്കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാ. No, you are cheating me. Tell me what's your motive? എടാ പീറ്ററെ, സംഗതി വേറെ വഴിക്കാ പോണത്. നീ ഇവിടെ നിൽക്ക്, ഞാൻ സാറിനെ വിളിച്ചോണ്ട്. സാർ സാർ സാർ, എന്റെ സാറേ തെളിഞ്ഞു, ബോധം തെളിഞ്ഞു. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? പറഞ്ഞോന്ന് ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. ഇതിലും ഭേദം അവൾക്ക് ബോധം തെളിയായിരിക്കും നല്ലത്. അവള് മലയാളിയാ. മലയാളി? ആ, അത് മാത്രമല്ല, നമ്മളവളെ പിടിച്ചു വെച്ചിരിക്കുന്ന രീതിയിലാ അവളുടെ സംസാരം. നമ്മൾ എന്തിനാ അവളെ പിടിച്ചു വെച്ചിരിക്കുന്നത്? അതൊന്നും അറിയണമല്ലോ. അത് സാറ് തന്നെ അവളോട് ചോദിക്കും. എന്താ നിന്റെ പേര്? ചോദിച്ചു കേട്ടില്ലേ എന്താ നിന്റെ പേരെന്ന്? നീ ഇവിടെ കിടന്ന് വയലന്റ് ആയെന്ന് കേട്ടു. ഞാൻ വയലന്റ് ആയി. അത് എന്തിനാണെന്ന് അറിയണമല്ലേ? അതിനു മുമ്പ് നിങ്ങൾ എന്തിനാണ് എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയണം. പിടിച്ചു വെച്ചിരിക്കേ? അത് കൊള്ളാമല്ലോ. കുട്ടി ആരും ഇവിടെ പിടിച്ചു വെച്ചിട്ടില്ല. ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഭാഗ്യത്തിന് ഇത്രയൊക്കെ സംഭവിച്ചുള്ളൂ. ഇനി കുട്ടിക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാനുള്ള ഏർപ്പാടുകളും ചെയ്യാം. നോ, നിങ്ങൾ നുണ പറയുകയാണ്. ഇതൊരു പ്ലാൻഡ് ആക്സിഡന്റ് ആണെന്ന് എനിക്കറിയാം. Shut up. What do you mean? ഞാൻ പ്ലാൻഡ് ആയിട്ട് ആക്സിഡന്റ് ഉണ്ടാക്കുന്നു. നിന്നെ പോലെ ഒരു സ്ട്രേഞ്ചറെ കൊന്നിട്ട് എനിക്ക് എന്ത് പുണ്യം കിട്ടാനാ? എങ്കിൽ പിന്നെ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന എന്തിനാണെന്ന് പറയണം. നിന്നെ ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടില്ല. എവിടെ പോകണമെന്ന് പറഞ്ഞാൽ മതി. ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഇനി അവിടം വരെ കൊണ്ട് എത്തിക്കാനുള്ള അവതാരം കൂടെ കാണിക്കണമല്ലോ. പക്ഷെ അതിനു മുമ്പ് ഗിവ് മൈ ബാഗ്. ബാഗോ? ആ, എന്റെ കാറിൽ ഉണ്ടായിരുന്ന നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ബാഗ്. അതാ കാരണത്തെ തന്നെ കാണും. പീറ്ററെ, ആ ബാഗ് ഒന്ന് എത്തിച്ചു കൊടുക്ക്.
എന്നിട്ട് എങ്ങോട്ടാ പോകണമെന്ന് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടേര്. എന്നെ ഇനി ഈ കാര്യത്തിന് വിളിക്കരുത്. പണിക്കരും കേട്ടല്ലോ. സാറ് പറഞ്ഞ് കേട്ടില്ലേ? ഇന്ത്യ മുഴുവൻ വിറപ്പിക്കുന്ന മനുഷ്യനാ. ബാഗ് കിട്ടിയ ആ നിമിഷം പെടുന്ന സ്ഥലം വിടണം. ഈ ആക്സിഡന്റ് ബാഗൊക്കെ ഞങ്ങൾ കുറെ കണ്ടതാ വെച്ചേ. ബാഗ് വട വിടറേ. ഇത് ആരുടെ വീടാ? ഇപ്പൊ തന്നെ മൊത്തം കണക്കൂട്ടിൽ തെറ്റിയിരിക്കുക. ഇനിയും പ്രകടനം കാഴ്ചവെക്കാനാണ് പറയണം. Tell me, ഇത് ആരുടെ വീടാണ്? മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇത് ആരുടെ വീടാണ്? സതീശൻ എന്ന് പറയുന്ന വീടിന്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ്, പിന്നെ ഞങ്ങളൊക്കെ ആരാണ്, ഇതൊക്കെ അല്ലേ കുട്ടിക്ക് അറിയേണ്ടത്? അറിയണമെന്ന് അത്ര നിർബന്ധമാണോ? എങ്കിൽ പറയാം. ഒറ്റപ്പാലത്ത് മുല്ലയ്ക്ക് KM മേനോൻ എന്ന് കേട്ടിട്ടുണ്ടോ? ബ്രിഗേഡിയർ KM മേനോൻ. അദ്ദേഹത്തിന്റെ ഒറ്റ മോനായി ഇദ്ദേഹം. അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല. മൂപ്പര് പഠിച്ചൊക്കെ അങ്ങ് ഡൽഹിയിലാ. സ്വന്തക്കാരെന്ന് പറയാൻ വകയിലൊരു പെങ്ങളും ഭർത്താവും നാട്ടിലുണ്ട്. ഇവിടെ ഞങ്ങളും ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ സ്വഭാവം, അതിനെപ്പറ്റി പറയാതിരിക്കാനല്ലോ. ഓരോ നേരത്തെ ഓരോ സ്വഭാവം. പകൽ മുഴുവൻ ഓഫീസിലും കമ്പ്യൂട്ടറിലും. രാത്രി ആയ അടയാർ പാർക്കിലോ ചോളയിലോ ബീച്ചിലോ പാർട്ടിയും പാട്ടും കൂത്തും ബഹളും. പിന്നെ വല്ലപ്പോഴും ഒരു തല്ല്. ഈ തല്ലെന്ന് വെച്ചാൽ നല്ല ഉഗ്രം തല്ല. ചുരുക്കി പറഞ്ഞാ പറന്ന് അങ്ങനെ നടക്കണ ഒരു അത്ഭുത ജീവി. റിയൻ കമ്പനിയുടെ ഫയലിംഗ് എടുക്കും. യെസ്, പ്രിയാറിയൻ കമ്പ്യൂട്ടേഴ്സ്. സതീശേട്ടൻ ഞാനാ. ബാഗിന്റെ കാര്യം അന്വേഷിച്ചു. റെന്റേ കാറിന്റെ ആളുകൾ വന്ന് കാർ എടുത്തോണ്ട് പോയി. ഡു വൺ തിങ്, അത് ജം സർവീസിന്റെ കാറാണ്. അവർക്ക് മദ്രാസിലും ബാംഗ്ലൂരിലും ഓഫീസ് ഉണ്ട്. രണ്ടിടത്തും വേഗം ട്രൈ. ഇപ്പൊ മനസ്സിലായല്ലോ മേനോൻ സാർ ആരാണെന്ന്. ഇനി എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ. ഹലോ, അല്ല, ആ കാറുകാരെ തപ്പിപ്പോയ ബാഗ് കിട്ടുന്ന വല്ല ഉറപ്പുണ്ടോ സാറേ? ഹലോ, എന്റെ ബാഗ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എന്നെ ചീറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ഞാൻ ഇവിടുന്ന് വെറുതെ എങ്ങനെ പോകുമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതിയത്? നിന്റെ ബാഗ് സാധനങ്ങളെല്ലാം ഉണ്ടോ എന്ന് നോക്കണം. പിന്നീട് അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്ന് പറയരുത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് നിനക്ക് ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്. നൗ ടേക്ക് ഇറ്റ് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. ബാംഗ്ലൂരിലേക്ക്? എന്റെ പേരെങ്ങനെ? ആനി ഫെർണാണ്ടസ്, ഇന്ദിരാനഗർ, ബാംഗ്ലൂർ. റൈറ്റ്? എങ്ങനെ അറിഞ്ഞു എന്നല്ലേ? കുറുക്കോഴിയൊന്നുമല്ല. നീ ജം സർവീസുകാർക്ക് കൊടുത്ത അഡ്രസ് ഇല്ലേ, അതിൽ നിന്ന് കണ്ടുപിടിച്ചതാ. അറിഞ്ഞിട്ട് അത്യാവശ്യമൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും ഒരാൾ വന്ന് നമ്മളെങ്ങനെ ഫൂളാക്കിയിട്ട് പോകാന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ? എന്നെ പറ്റി? നോ, എനിക്ക് തന്നെ പറ്റി കൂടുതലായിട്ട് അറിയാൻ ഒരു താല്പര്യമില്ല. യു ആർ എ സ്ട്രേഞ്ചർ ടു മീ. എവിടെ നിന്നോ ഒന്നും എങ്ങോട്ടോ പോകുന്നു. ദാറ്റ്സ് ആൾ. നൗ കം ഓൺ, ഐ വിൽ ഡ്രോപ്പ് യു ഇൻ ദ എയർപോർട്ട്. പിന്നൊരു കാര്യം, നീ ഇവിടെ നിന്ന് പോയി വീട്ടിൽ ചെന്നിട്ട് ഫോണിൽ വിളിച്ചൊരു താങ്ക്സ് ഒന്നും പറയാൻ നിൽക്കരുത്. ദാറ്റ്സ് ദ എൻഡ് ഓഫ് ഇറ്റ്. ക്ലിയർ? കം ഓൺ, ഗെറ്റ് യുവർ തിങ്സ് പാക്ഡ്. എടാ, എല്ലാവരെയും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നത്. പക്ഷെ ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഒരു സോറി പറഞ്ഞാൽ തീരുന്നതുമല്ല ഒന്നും. എന്നാലും സോറി, ഐ എം റിയലി വെരി സോറി. പോട്ടെ. Your attention please. Indian Airlines announces the departure of the flight number IC911 to Bangalore. Passengers are requested to go through the security check. Thank you. कृपया ध्यान दें, Indian Airlines IC911 Bangalore जाने के लिए तैयार है. यात्रियों से निवेदन है कि वे सिक्योरिटी चेक की ओर प्रस्थान करें. धन्यवाद.
സതീഷ് സതീഷേട്ടാ സതീഷേട്ടാ ഏയ് നത്തിങ് ടു വറി. എനിക്കൊന്നുമില്ല. നാട്ടില് അറിയിച്ചിട്ടില്ലല്ലോ. ഇല്ല, പണിക്ക് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കട്ടെ, ആൾക്കാരെ അറിയിക്കണ്ട. പിന്നെ ആ CA രാജശേഖരൻ വന്നിരുന്നു. നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പക്ഷെ അവർക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. വീണ്ടും വരുമെന്ന് പറഞ്ഞാ പോയത്. ആനയുടെ ആനി ആ ഡോറും ക്ലോസ് ചെയ്യും. ആനി, sit down, please. സത്യം പറ, നീ ആരാ? എനിക്കൊന്നും അറിയില്ല. നോ, നീ ആരെയോ പേടിക്കുന്നുണ്ട്. നീ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. സത്യം എന്താണെന്ന് എനിക്കറിയണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊന്നും അറിയില്ല. ഇല്ല, നിനക്കെല്ലാം അറിയാം. നിനക്ക് വേണ്ടി ഒരു കാര്യവുമില്ലാതാണ് ഞാൻ ഈ അവസ്ഥയിലായത്. ആദ്യം നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു നീ ഒരു ചീറ്റിംഗ് കേളായിരിക്കുന്നു. അന്ന് ആക്സിഡന്റ് ഉണ്ടായപ്പോ നിന്നെ റോഡിൽ ഉപേക്ഷിച്ചിട്ട് പോയിരുന്നെങ്കിൽ ഒരുത്തരം എന്നോട് ചോദിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ മനുഷ്യത്വം അത് ഇത്തിരി കൂടുതലായിപ്പോ എനിക്ക്. അതിനുള്ള പ്രതിഫലം നീ എനിക്ക് തന്നല്ലോ. എന്റെ കയ്യിലേറ്റ വെടിയുണ്ട നിന്നെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു എനിക്കറിയാം. അതുകൊണ്ട് സത്യം പറയാതെ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. എനിക്കൊന്നും അറിയില്ല. പ്ലീസ് പ്ലീസ് ബിലീവ് മീ. Shut up, you bloody cheat. സതീഷേട്ടാ, എന്താ ഇത്? നിങ്ങൾ ഊഹിച്ചതൊക്കെ ശരിയാണ്. ഞാൻ നിങ്ങളോട് നുണ പറയുകയായിരുന്നു. പക്ഷെ ഒരിക്കലും നിങ്ങളെ ചീറ്റ് ചെയ്യാനല്ല ഞാനതൊക്കെ മൂടി വെച്ചത്. ഒളിക്കാൻ ഒരിടം തേടി. അതായിരുന്നു എന്റെ ലക്ഷ്യം. എനിക്ക് എല്ലാവരെയും ഭയമായിരുന്നു, നിങ്ങളെപ്പോലും. പലരും എന്റെ ജീവിതം കൊണ്ട് അമ്മാനമാടുമ്പോൾ ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ആര്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ആനിയല്ല, ചിത്ര നാരായൺ. അതാണ് എന്റെ യഥാർത്ഥ പേര്. ഓരോ സ്ഥലത്തും ഓരോ പേര്. എന്റെ പേര് പോലും ഒന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. ഒരു ഡൽഹി ബേസ്ഡ് മലയാളി കുടുംബത്തിലെ ഏക മകൾ. അച്ഛൻ ജേർണലിസ്റ്റ് ആയിരുന്നു. അച്ഛനായിരുന്നു എന്റെ സുഹൃത്തും വഴികാട്ടിയും. ഒരു ദിവസം ചാന്ദിനി ചൗക്കിൽ ഷോപ്പിങ്ങിന് പോയ അച്ഛനും അമ്മയും പിന്നീട് ഒരിക്കലും മടങ്ങി വന്നില്ല. 26 പേരുടെ ജീവൻ അപഹരിച്ച ഒരു ബോംബ് സ്ഫോടനം. അതിനുശേഷം ഒറ്റപ്പെട്ട കുറെ നാളുകൾ. ഡൽഹി ഒബ്സർവർ എന്ന പത്രത്തിന്റെ അസോസിയേറ്റ് എഡിറ്ററും അച്ഛന്റെ സുഹൃത്തുമായിരുന്ന നായർ സാറായിരുന്നു പിന്നീട് എനിക്ക് എല്ലാ ഹെൽപ്പും തന്നത്. അങ്ങനെ ഞാൻ ഡൽഹി ഒബ്സർവറിൽ ജോയിൻ ചെയ്തു. നീണ്ട രാത്രികളും പകലുകളും തന്ന ജോലിയുടെ മടുപ്പിനിടയിൽ ഒരു ചേഞ്ചിന് വേണ്ടിയാണ് ഞാൻ TV സീരിയൽ സെറ്റ് കവർ ചെയ്യാൻ പോയത്. അവിടെ വെച്ചാണ് ഞാൻ കിരൺ വർമ്മയെ പരിചയപ്പെടുന്നത്. കിരൺ വർമ്മ? അതാരാ? ഒരു ഡൽഹി മലയാളി. ഡൽഹിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ എനിക്ക് കിട്ടിയത് മദ്രാസിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ്. മദ്രാസിലെത്തി ഒരു റെന്റേ കാറിൽ ബാംഗ്ലൂരിനടുത്തുള്ള നായർ സാറിന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഞാൻ പുറപ്പെട്ടു. എന്റെ അവസാനത്തെ പ്രതീക്ഷയാണ് നിങ്ങളുടെ കാറുമായുള്ള ആക്സിഡന്റിൽ തകർന്നു പോയത്. അവരിന്ന് സ്റ്റേറ്റ്സിലേക്ക് മടങ്ങി പോവാണ്. ഇനി എനിക്ക് പോകാനൊരിടമില്ല. എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. ദയവ് ചെയ്ത് എന്നെ ആർക്കും വിട്ടുകൊടുക്കരുത്. ഞാൻ ആരും അറിയാതെ, നിങ്ങൾ പോലും അറിയാതെ ഇവിടെ കഴിഞ്ഞോളാം. പ്ലീസ് പ്ലീസ് പ്ലീസ്. പീറ്റർ വിളിച്ച് പറയുമ്പോൾ കാര്യങ്ങൾ ഇത്ര ഗൗരവമാണെന്ന് ഞാൻ കരുതിയില്ല. അറ്റ്ലീസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു പെണ്ണ് താമസിക്കുന്നുണ്ടെന്ന വിവരമെങ്കിലും എന്നെ അറിയിച്ചിരുന്നെങ്കിൽ ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. പറ്റിയില്ല. തന്നെയുമല്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. സത്യം പറഞ്ഞ 2 തവണയും ഭാഗ്യം കൊണ്ടേ രക്ഷപ്പെട്ടത്.
ഇനിയിപ്പോ ഇവിടെയും സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്ത് ചെയ്യാനാ നിന്റെ പരിപാടി? അത് തീരുമാനിക്കല്ലേ നിന്നെ വിളിച്ചു വരുത്തി. സംഭവിച്ചിടത്തോളം കാര്യങ്ങൾ വെച്ച് വളരെ ഗൗരവത്തോടെ വേണം ഇനി എന്തെങ്കിലും ആലോചിക്കാൻ, തീരുമാനമെടുക്കാൻ. ആ, പെൺകുട്ടിയോടെ അകത്തുണ്ട്, ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. എനിക്ക് അവളോടും സംസാരിക്കണം. ചിത്ര, മിസ്റ്റർ മോഹൻ ജോർജ് സതീഷ് ഏട്ടന്റെ വെരി ക്ലോസ് ഫ്രണ്ടാ. ഹലോ. ഹലോ. ചിത്രയെ സഹായിക്കുകയാണ് എന്റെ ലക്ഷ്യം. ചിത്രയെ മാത്രമല്ല, സതീഷിനെ. അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് ഞങ്ങൾ തമ്മിലുള്ളത്. എനിക്ക് ചില കാര്യങ്ങൾ ചിത്രയിൽ നിന്നും അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ചിത്ര ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് വരുന്ന വിവരം അവിടെ ആർക്കൊക്കെ അറിയാമായിരുന്നു? ഞാൻ ഇങ്ങോട്ട് പോകുന്നുവെന്ന് അറിയാവുന്ന ഏക ആൾ നായർ സാറാണ്. ബട്ട് നായർ സാറിന്റെ അടുത്തൊന്നും അങ്ങനെ ഒരു വിവരം ചോർന്നു പോകാൻ ചാൻസ് ഇല്ല. ഉണ്ടോ? നോ. ആ നിലയ്ക്ക് ഇത് വേറെ ആരോ മണത്തറിഞ്ഞിട്ടുണ്ടാവണം. അവൻ അനിതയുടെ മർഡറിന് പിന്നിലുള്ളത്. അതാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ അതുവരെ കുട്ടി വളരെ കെയർഫുൾ ആയിരിക്കണം. ഒരു കാരണവശാലും സതീഷ് എനിക്ക് നഷ്ടമാവാൻ പാടില്ല. അതുകൊണ്ട് പറയാം, എന്റെ ഭാഗത്തുനിന്നും എന്ത് സഹായം കുട്ടിക്കുണ്ടാവും. ഓക്കെ, ചെയ്യും. വളം സംസാരിച്ചു. വല്ലാത്തൊരവസ്ഥയാ കുട്ടിയുടേത്. ഈ അവസരത്തിൽ നമ്മൾ മാത്രമേ അവളെ സഹായിക്കാനുള്ളൂ എന്നൊരു തോന്നലും അവൾക്കുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അവളെ നിരാശപ്പെടുത്തരുത്. തൽക്കാലത്തേക്ക് ചിത്രയെ സേഫായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയാലോ? ഓ, അത് അപകടമാണ്. തന്നെയല്ല, പുറലോകം അറിയാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യുമോ? ഈ വീട്ടിലൊരു പെൺകുട്ടിക്കാണ് ഇങ്ങനൊരു അപകടം പറ്റിയതെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുമായിരുന്നു? ഒരു വഴി കണ്ടെത്തുന്നവരെ ചിത്ര ഇവിടെ തന്നെ നിൽക്കട്ടെ. ശരി, നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ആദ്യം നീ റെസ്റ്റ് എടുക്കുക വേണ്ടത്. ആ പീറ്ററെ, ഇവിടുത്തെ കാര്യങ്ങൾ അപ്പപ്പോ എന്നെ വിളിച്ചറിയിക്കണം. കേട്ടല്ലോ? ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ബൈ പീറ്ററെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഓഫീസിൽ വിളിച്ചാൽ മതി. ഞാനല്ലേ പീറ്റർ ഉണ്ടാവും. Hello. Mr. Satish? യെസ്. I'm Meera Pillai. RBC ഏഷ്യയിൽ നിന്നാണ്. RBC ഏഷ്യ. ഇവിടെ ഞങ്ങൾക്ക് ചിത്ര നാരായണനെ ഒന്ന് കാണണം. ചിത്ര നാരായണൻ? ഇവിടെ അങ്ങനെ ആരുമില്ല. മാത്രമല്ല ഇവിടെ സ്ത്രീകൾ ആരും തന്നെ ഇല്ല. സോറി. സാർ ഞങ്ങളെ നിരാശരാക്കരുത്. ചിത്ര ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്ന് സാർ ചിന്തിക്കും. That is RBC, sir. വേൾഡ് മുഴുവൻ ഞങ്ങളുടെ നെറ്റ്വർക്ക് അതാണ്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ചിത്രയ്ക്ക് പറയാനുള്ളത് അതെന്തായാലും ലോകത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് ഞങ്ങളുടെ ലക്ഷ്യം. നോ. പ്ലീസ് സാർ, അവരുമായി ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ സാർ അനുവദിക്കണം. റൈറ്റ്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. അങ്ങനെ വാക്ക് തന്നാൽ മാത്രമേ ഞാൻ ഇന്റർവ്യൂവിന് അനുവദിക്കൂ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. പണിക്കരെ, ദാ ഇവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക പ്ലീസ്. വെരി കൈൻഡ് ഓഫ് യു സർ. ആക്ച്വലി ഈ കൊലപാതകത്തിന് പിന്നിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് പൂർണ്ണമായും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലേ? ഇല്ല, പക്ഷേ എനിക്ക് അതിന് കഴിഞ്ഞേക്കും. നിങ്ങളുടെ കയ്യിലുള്ള പേപ്പേഴ്സിന്റെ കാര്യമാണോ പറയുന്നത്? അതെ, എന്തെങ്കിലും എനിക്കത് പബ്ലിഷ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിരണിനെ ആരോ മനഃപൂർവ്വം ഈ മേർഡറിൽ കൊടുക്കുകയായിരുന്നെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? അതെ. അതിനുള്ള തെളിവുകൾ? തെളിവുകളാണ് എന്റെ കയ്യിലുള്ള പേപ്പേഴ്സ്. കൂടുതൽ തെളിവുകൾക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഹോപ്പുണ്ട്. നിങ്ങൾക്ക് നേരെ 2 തവണ ആക്രമണം ഉണ്ടായല്ലോ. ഇനിയും ഏത് നിമിഷവും അത് ഉണ്ടാവുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? ഉണ്ട്. ഇവിടെയും അവർ വരുമെന്ന്? അതെ. Yes, you are right. Don't move. Where are those papers? Tell me. Oh no. Oh, leave me. I will leave me. Leave me. Don't take that! No! Don't take it, please! Don't take it!
അതുകൊണ്ട് സാർ ഇത് എന്റെ ഒരു പേഴ്സണൽ മാറ്റർ പോലെ കാണണം. മിസ്റ്റർ മോഹൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് ഞാൻ ആരുടെ പേരിലാണ് കേസ് ചാർജ് ചെയ്യേണ്ടത്? സി, അങ്ങനെ ഒരാൾ ഇന്ന് വരെ പിക്ചറിലില്ല. തന്നെ ആരോ കൊല്ലാൻ ശ്രമിച്ചു എന്ന് ഈ കുട്ടി പറയുന്നതല്ലാതെ അങ്ങനെ ഒരാളെ ആരും കണ്ടിട്ടില്ല. ഉണ്ടോ? അനിത കുൽക്കർണി മർഡറിന് പിന്നിലുള്ളവർ തന്നെയാണ് എന്നെയും കൊല്ലാൻ ശ്രമിച്ചത്. ഐ എം ഷുവർ ഓഫ് ദാറ്റ്. അവരിൽ ചിലരെ പറ്റിയുള്ള എവിഡൻസും എന്റെ കയ്യിലുണ്ട്. ഉണ്ടായിരിക്കാം. ബട്ട് അതൊക്കെ നിങ്ങൾക്ക് കോടതിയിലെ പ്രൂവ് ചെയ്യാൻ പറ്റൂ. ഡു വൺ തിങ്, നിങ്ങൾ ഫോർമലായിട്ട് ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കൂ. സർ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അവർ പൊസിഷൻ. ഈ കുട്ടിക്ക് നേരെ ഉണ്ടാവുന്ന മൂന്നാമത്തെ മർഡർ അറ്റംപ്റ്റ് ആണിത്, അതും പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച്. ഒരു സിറ്റിസന് കിട്ടുന്ന മിനിമം പ്രൊട്ടക്ഷനെങ്കിലും കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്, അല്ലാതെ ചവറ്റുകൊട്ടയിൽ ഇടാൻ വേണ്ടി ഒരു ഫോർമൽ കംപ്ലൈന്റ് എഴുതി തരാനല്ല. മിസ്റ്റർ സതീഷ്, ആർ യു ടീച്ചിങ് മീ ദ ലോ ആൻഡ് ഓർഡർ? നോ സർ, ഇറ്റ്സ് അവർ റൈറ്റ് ആൻഡ് വി ഡോണ്ട് ഹാവ് ടു ബെഗ് ഫോർ ഇറ്റ്. മിസ്റ്റർ, യെസ് മിസ്റ്റർ കമ്മീഷണർ, ഇഫ് യു ആർ reluctant to enforce the law of the land, I am sorry, I'll be forced to take the law in my hands. പിന്നെ നിങ്ങളുടെ മുഖത്ത് മറന്നിരിക്കുന്ന ഈ പേടിയുണ്ടല്ലോ, എനിക്കതില്ല. ഇതൊക്കെ ഒറ്റയ്ക്ക് നേരിടാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. ആൻഡ് പ്ലീസ് ഡോണ്ട് ട്രൈ ടു സപ്രസ് ദ ട്രൂത്ത്.